إن الحمد لله نحمده ونستعينه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين أوصيكم إياي أولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണമെന്ന് പരിശുദ്ധമായ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരോടും സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന, ഈമാനോടുകൂടി മരിക്കാൻ തൗഫീഖ് ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാമിൽ ചില പ്രത്യേക സമയങ്ങൾക്കും ദിവസങ്ങൾക്കും മാസങ്ങൾക്കുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകതകൾ പഠിപ്പിക്കുകയും ആ പ്രത്യേകതകൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിനനുസരിച്ച് സൽക്കർമ്മങ്ങൾ നാം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാർഗം, സുന്നത്തനുസരിച്ച് കൊണ്ടായിരിക്കണം നാം അത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്ന് മാത്രം. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസമാണ് ദുൽഹിജ്ജയും ദുൽഖഅദും. അതേപോലെ തന്നെ നമുക്കറിയാവുന്നത് പോലെ മുഹറം, റജബ് എന്നീ മാസങ്ങൾ.
കൂട്ടത്തിൽ പരിശുദ്ധ റമദാനിൻ്റെയും ശഅബാൻ മാസത്തിൻ്റെ ചില പ്രത്യേകതകളുമൊക്കെ മറ്റ് ഹദീസുകളിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവയിലേറെ പ്രത്യേകതയുള്ള മാസമാണ് ദുൽഹിജ്ജ മാസം. അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പേര് പോലെ തന്നെ ആ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹജ്ജ് കർമ്മം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ നാടുകളിൽ നിന്നും ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുമൊക്കെ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് യാത്ര പോയവരും പോകുന്നവരുമൊക്കെയായി ഹജ്ജിൻ്റെതായ ഒരുക്കങ്ങളിലാണ് എന്ന് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം നല്ലതായ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുകയും അവരെപ്പോലെ നമുക്കും ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാമിൻ്റെ എല്ലാ ആരാധനാ കർമ്മങ്ങളും നടക്കുന്ന മാസമാണ് ദുൽഹിജ്ജ മാസം എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് വളരെ പ്രത്യേകതയുണ്ട്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെക്കുറിച്ചാണ് എന്ന് തഫ്സീറുകളിലെല്ലാം നമുക്ക് വായിക്കാൻ കാണും. അത്രമാത്രം പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിനരാത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സത്യം ചെയ്തത്. നമസ്കാരവും നോമ്പും മറ്റു ഇബാദാത്തുകളും അതിൻ്റെ കൂടെ ബലികർമ്മവും മറ്റ് മാസങ്ങളിലോ ദിവസങ്ങളിലോ ഒന്നും നടക്കാത്ത ഉളഹിയത്ത് പോലെയുള്ള ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ നടക്കുന്ന ഒരു മാസം എന്ന നിലയ്ക്ക് എല്ലാ ആരാധനകളും വരുന്ന ഒരു മാസം എന്ന നിലക്ക് വളരെ വലിയ പ്രത്യേകതയുണ്ട് ദുൽഹിജ്ജ 10 ദിവസങ്ങൾക്ക് എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഉളഹിയത്ത് അറക്കുന്നത് കൊണ്ട് ബലിപെരുന്നാൾ എന്ന പേരിലാണ് നമ്മൾ നമ്മുടെ ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നത്. ബലിപെരുന്നാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബലിയറക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ലോകത്തുള്ള ഒട്ടുമിക്ക ദർശനങ്ങളിലും ആശയങ്ങളിലുമൊക്കെ ബലികർമ്മമുണ്ട് എന്ന് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പുള്ളവർക്കുമൊക്കെ ബലികർമ്മം നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിശുദ്ധ ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്ത് ഹജ്ജിലെ 34-ാമത്തെ ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ, എല്ലാ സമൂഹത്തിനും നാം മനസ്സക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. മനസ്സക്ക് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബലികർമ്മമാണ്, അറവാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിശ്ചയിച്ചു കൊടുത്തത്? ലിയദ്കുറു സ്മല്ലാഹി അലാ മാ റസഖഹും മിനൽ ബഹീമത്തിൽ അൻആം, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ മൃഗങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കാൻ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കാനാണ്. എന്താണ് നമ്മൾ ഓർക്കേണ്ടത്? ഫ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യനാണ്. ഫലഹു അസ്ലിമു, അതുകൊണ്ട് നിങ്ങൾ അവന് കീഴ്പ്പെടുക, അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങൾക്കും നിങ്ങൾ വഴിപ്പെടുക, അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറുക, നിങ്ങൾ മുസ്ലിമീങ്ങളാവുക. വബശിരിൽ മുഖ്ബിത്തീൻ, വിനയമുള്ള
അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ട ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുവിൻ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല, വജ്ജഹത്തു, നമ്മൾ നമസ്കാരത്തിൻ്റെ ആരംഭത്തിൽ ചെല്ലുന്ന പ്രാർത്ഥനയിൽ ഒരു ഭാഗം ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, പറയുക എൻ്റെ നമസ്കാരവും എൻ്റെ ബലികർമ്മവും എൻ്റെ ജീവിതവും മരണവുമൊക്കെ ലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. ലാ ശരീക ലഹു, ഞാൻ അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല. വബിദാലിക ഉമിർത്തു, അതാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വ അന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ ഒന്നാമനാണ്, അല്ലെങ്കിൽ മുൻപന്തിയുള്ളവനാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ പ്രാരംഭ പ്രാർത്ഥനകളിലുമൊക്കെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ വനുസുഖി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന ബലികർമ്മത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പരിശുദ്ധ ഇസ്ലാമിൽ ഇബാദത്തായ ബലികർമ്മമുണ്ട്, അല്ലെങ്കിൽ അറവുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ആദത്തിന് വേണ്ടിയിട്ട്, അതിഥികൾ വന്നാൽ സൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള അറവുകളുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാം നിഷിദ്ധമാക്കിയ അറവുകളുണ്ട്. അള്ളാഹുവിൻ്റെ പ്രീതി അല്ലാതെ മറ്റു ഇലാഹുകളുടെയോ ആരാധ്യന്മാരുടെയോ പുണ്യപുരുഷന്മാരുടെയോ ഒക്കെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പേരിലുമാണ് നമ്മൾ അറക്കുന്നതെങ്കിൽ ലഅനല്ലാഹ്, അള്ളാഹു അതിനെ ശപിച്ചിരിക്കുന്നു. മൻ ദബഹ ബിഗൈരില്ലാ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുത്തതിനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിലും മമ്പ്രത തങ്ങളുടെ പേരിലും, അത് മുസ്ലിം നാമധാരികളായ ഷെയ്ഖന്മാരുടെയും മഹാന്മാരുടെയും ഒക്കെ പേരിലാണെങ്കിൽ അനുവദനീയമാണ് എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ആണെങ്കിൽ അത് ശപിക്കപ്പെട്ടത് എന്നാണ് ഹദീസിൽ വന്നത്. അത് പറയുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമുക്കറിയാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലോ അവർക്ക് മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിലോ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിലോ ഒരു അറവ് നടത്തിയതായി, ഒരു മൃഗത്തെ നേർച്ച നേർന്നതായി ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് ഉള്ളാൾ തങ്ങളുടെയും മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെയും ഒക്കെ പേരിൽ ബലിമൃഗങ്ങളും നേർച്ച ആടുകളുമൊക്കെ നമ്മുടെ നാടുകളിൽ ഉണ്ടായത്? ഒരു സംശയവുമില്ല, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, പ്രത്യേകിച്ചും ഷിയാക്കൾ, ഇസ്ലാമിൻ്റെ ആശയങ്ങളായി നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന വികലമായ ചില അന്ധവിശ്വാസങ്ങളാണ് യഥാർത്ഥത്തിൽ അതിന് പിൻബലമായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ പണ്ഡിതന്മാരുടെ, അറിവുള്ളവരുടെ നിരന്തരമായ ഉത്ബോധനങ്ങളുടെ ഫലമായി ഏറെക്കുറെ ഇന്ന് അത്തരത്തിലുള്ള അനാചാരങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എപ്പോഴും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. ഇസ്ലാം കൽപ്പിച്ച അറവുകൾ ഒന്ന് ഉളഹിയത്താണ്. അതേപോലെ തന്നെ ഹജ്ജിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അറവുകളുണ്ട്. അതേപോലെ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ സംഭവിച്ചാൽ പ്രായശ്ചിത്തമായി അറവ് നടത്താൻ ചില സന്ദർഭങ്ങളിൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നാലാമതായി അഖീഖ അറുക്കുക. നമുക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന് പകരമായി അഖീഖ അറുത്തുകൊണ്ടൊരു സുന്നത്ത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഹജ്ജിലെ അറവുകൾ നമ്മൾ പഠിക്കണം. ഹജ്ജുൽ തമത്തു ആയി ഹജ്ജ് ചെയ്യുന്നവർ നടത്തുന്ന അറിവുണ്ട്. ഖിറാൻ ആയി ഹജ്ജ് ചെയ്യുന്നവർ നടത്തുന്ന അറിവുണ്ട്. അതേപോലെ തന്നെ ഹജ്ജിലെ കർമ്മങ്ങളിലേക്ക് പ്രവേശിച്ച് എന്തെങ്കിലും കാരണവശാൽ തടയപ്പെട്ട ഒരാൾക്ക് പ്രായശ്ചിത്തമായി അറിവുണ്ട്. ഇഹ്റാം ഒഴിവാക്കാൻ ബലികർമ്മമുണ്ട്. ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തി കരയിൽ വെച്ച് എന്തെങ്കിലും ഒരു മൃഗത്തെ വേട്ടയാടിയാൽ അതിന് പ്രായശ്ചിത്തമായി അറിവുകളുണ്ട്. അപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കണം. അതേപോലെ തന്നെ അഖീഖ അറക്കുക. ഒരാൾക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ
അതിൻ്റെ സന്തോഷ സൂചകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറവ് നടത്തൽ സുന്നത്തായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 7-ാമത്തെ ദിവസമാണ് ഏറ്റവും നല്ലത്. 7-ാമത്തെ ദിവസം നമുക്ക് അറക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നീടുള്ള ഏത് ദിവസവും നമുക്ക് അറക്കാവുന്നതാണ്. പിന്നീടൊരു പ്രത്യേക ദിവസമില്ല. ചില ആളുകൾ 7-ാമത്തെ ദിവസം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ 14 കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ 21, അങ്ങനെ ഓരോ ആഴ്ച കൂട്ടിക്കൂട്ടി കൊണ്ടുപോകുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെ പാടില്ല. 7-ാമത്തെ ദിവസം മാത്രമാണ് ഹദീസിൽ വന്ന ദിവസം. അതല്ലാത്ത ഏത് ദിവസവും നമുക്ക് പറ്റുന്ന ഏത് സന്ദർഭത്തിലും നമുക്ക് അറക്കാവുന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഅൽ ഗുലാമി അഖീഖ ഫഅഖ്രിഖു അൻഹു ദമൻ വഅമീതു അൻഹുൽ അദാ. ആൺകുട്ടിയോടൊപ്പം അതിൻ്റെ അഖീഖ ബാധ്യതയായുണ്ട്. അതിനാൽ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ അഖീഖ അറുക്കുകയും കുട്ടിയുടെ മുടി നിങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യുവിൻ. അപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ അഖീഖ അറക്കണം, അതേപോലെ തന്നെ മുടി നീക്കം ചെയ്യുകയും ചെയ്യണമെന്ന് ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ. അനിൽ ഗുലാമി ഷാത്താനി മുതകാഫിതാനി വ അനിൽ ജാരിയത്തി ഷാത്വൻ. ആൺകുട്ടിക്ക് ഒരേ തരത്തിലുള്ള 2 ആടുകളും പെൺകുട്ടിയാണെങ്കിൽ 1 ആടുമാണ് അഖീഖ അറുക്കേണ്ടത്. ആ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്, ആൺകുട്ടിയാണെങ്കിൽ 2 ഒരേ തരത്തിലുള്ള ആടുകളെയും, ഒരേ തരത്തിൽ എന്ന് പറഞ്ഞാൽ ഒരേ വലുപ്പമുള്ള 2 ആടുകളെയും, പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനെയും അഖീഖ അറുത്താൽ മതി. ഏറ്റവും സുന്നത്ത് ആടിനറക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒട്ടകങ്ങളും മറ്റു മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് മൃഗങ്ങളില്ലാത്തത് കൊണ്ടല്ല, സുന്നത്ത് ആടിനെ അറുക്കുന്നതാണ്. അതിനെ അറുത്തിട്ട് എത്രയുണ്ടോ അത് എവിടേക്കാണോ തികയുക അവിടെ എത്തിച്ചാൽ മതി. അതല്ലാതെ അത് മുഴുവൻ എല്ലാ കുടുംബക്കാർക്കും നാട്ടുകാർക്കും കൊടുക്കണം. അതുകൊണ്ട് വലിയ മൃഗത്തെ അറക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഇല്ലാത്ത കടം വാങ്ങി ഓടേണ്ട ഒരു ആവശ്യമല്ല. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുപോലെ നമ്മൾ കഴിവിൻ്റെ പരമാവധി ചെയ്താൽ മതി. നമ്മൾ പലപ്പോഴും നമ്മുടെ കല്യാണമാകട്ടെ, കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പല കാര്യങ്ങളും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടാവും. അത് ലളിതമായി ചെയ്യാനാണ്. അത് നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുള്ളതും ആക്കുകയാണ്. അതിൻ്റെ ആവശ്യമല്ല. ഒരാടിനറക്കാൻ നമുക്കറിയാം, അതിനെ അറുക്കുന്നതിനേക്കാൾ എത്രയോ വലിയ പണം വേണം. ഒരു വലിയ പോത്തിനെ വാങ്ങണമെങ്കിൽ ഒരു 5 ഇരട്ടിയൊക്കെ പണം ചിലപ്പോൾ ആവശ്യമായി വരും. അപ്പോൾ നമ്മൾ അങ്ങനെ പാവപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബുദ്ധിമുട്ടായി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കഴിയുന്നത് അറുത്തിട്ട് അത് ആർക്കൊക്കെയാണ് എത്തുന്നത് അവർക്കൊക്കെ ഓഹരി വെച്ച് കൊടുക്കുക, നമ്മളതിൽ നിന്ന് ഭക്ഷിക്കുക. അതാണ് അതിൻ്റെ സുന്നത്ത്. മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ. കുല്ലു ഗുലാമിൻ റഹീന ബിൽ അഖീഖ തുദ്ബഹു അൻഹു യൗമ സാബിഇഹി വയുസമ്മ വയഖ്ലുഖു റഅസുഹു. ഓരോ നവജാത ശിശുവും തൻ്റെ അഖീഖയുമായി ബന്ധനത്തിലാണ്. 7-ാം നാളിൽ അവന് വേണ്ടി അഖീഖ അറുക്കപ്പെടുകയും അവന് പേര് വിളിക്കപ്പെടുകയും അവൻ്റെ തലമുണ്ടനം ചെയ്യപ്പെടുകയും വേണം. ഈ ഹദീസിൽ നിന്നാണ് 7-ാമത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 7-ാമത്തെ ദിവസം അഖീഖ അറുക്കുക, മുടി കളയുക, അതേപോലെ തന്നെ പേര് വിളിക്കുക. ഇത് 3 കാര്യവും നമുക്ക് 7-ാമത്തെ ദിവസം സുന്നത്താണ്. ആ 7-ാമത്തെ ദിവസം നമുക്കതിന് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ എപ്പോഴാണോ നമുക്ക് സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഹദീസിലുള്ളത്, മൻ വുലിദ ലഹു വലദുൻ ഫഹബ്ബ അൻ യൻസക അൻഹു ഫൽയുൻസിക്. വല്ലവനും ഒരു കുഞ്ഞു പിറക്കുകയും ആ കുഞ്ഞിന് വേണ്ടി അറുക്കാൻ അവൻ ഇഷ്ടപ്പെടുകയുമായാൽ അവൻ അറുക്കട്ടെ. ഇപ്പോൾ കഴിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു നിർബന്ധമായ ബാധ്യതയല്ല എന്നാണ് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു കടമാണ്. ആ അറവിലൂടെ നിങ്ങൾ ആ കടം വീട്ടണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്നാണോ കഴിയുക അന്ന് അറുത്താൽ മതി. കഴിയുമെങ്കിൽ നമ്മൾ 7-ാമത്തെ ദിവസം ചെയ്യുന്നത് പ്രത്യേകം സുന്നത്തായ കാര്യമാണ്. അതേപോലെ തന്നെ ഉളുഹിയ്യത്ത്, ആ അറക്കുന്ന സമയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ പേര് വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ രാവിലെ ബലിപെരുന്നാൾ നമസ്കാരം നിർവഹിച്ച് ചെറിയൊരു ഖുതുബയൊക്കെ പറഞ്ഞ്
നമ്മൾ ഈദ്ഗാഹിൽ നിന്ന് പിരിയുമ്പോൾ ആകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിനാണ് അറബിയിൽ ലുഹ എന്ന് പറയുന്നത്. ലുഹ സമയം. ആ സമയത്ത് അറബ് നടത്തുന്നത് കൊണ്ടാണ് അതിന് ഭാഷയിൽ ഉളഹിയത്ത് എന്ന് പേര് വരാനുള്ള കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ നമ്മൾ ഉളഹിയത്ത് അറക്കുന്നത് അതിൻ്റെ രക്തമോ അതിൻ്റെ മാംസമോ അള്ളാഹുവിന് ആവശ്യമില്ല. മറിച്ച് അള്ളാഹു പറയുന്ന ഒരു കാര്യം അംഗീകരിക്കാനും അതേപോലെ തന്നെ അനുസരിക്കാനും മുസ്ലിമായ മനുഷ്യർക്ക് മനസ്സുണ്ടോ, അവരതിന് കീഴ്പ്പെടുന്നുണ്ടോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്നത്. അവയുടെ മാംസം നിങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയും നിങ്ങളും അതിൽ നിന്ന് ഭക്ഷണമായി ഉപയോഗിക്കുകയും ചെയ്യുവിൻ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹുവിന് ആവശ്യം നിങ്ങളുടെ തഖ്വയാണ്. നിങ്ങളോട് അള്ളാഹു ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട, നിങ്ങൾക്ക് വിലപിടിപ്പായി തോന്നുന്ന നിങ്ങളുടെ ഒരു മൃഗത്തെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി നിങ്ങൾ കൊടുക്കാൻ കാണിക്കുന്ന ആ മനസ്സാണ് അള്ളാഹു പരിശോധിക്കുന്നത് എന്നാണ് നമുക്ക് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ആടിനെയോ അതേപോലെ തന്നെ മാട്, നമ്മുടെ നാടുകളിൽ പലപ്പോഴും മറക്കുന്ന പോത്ത് പോലെയുള്ള മൃഗങ്ങൾ, അതേപോലെ തന്നെ ഒട്ടകം, ഇവയൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ബലിയറുക്കാവുന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആടിനെ അറുത്തിട്ടുണ്ട്, ഒട്ടകത്തെ അറുത്തിട്ടുണ്ട്, അങ്ങനെ വ്യത്യസ്തങ്ങളായ മൃഗങ്ങൾ അറുത്തതായി നമുക്ക് ഹദീസിൽ കാണാം. ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ളഹാ ബികബ്ശൈനി അംലഹൈനി അഖറനൈനി ദബഹഹുമാ ബിയദിഹി വസമ്മാ വകബ്ബറ വവളഅ റിജ്ലഹു അലാ സിഫാഹിഹിമാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൂവള്ള നിറമുള്ളതും കൊമ്പുള്ളതുമായ 2 മുട്ടനാടുകൾ അറുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളഹിയത്ത് നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൈകൊണ്ട് അവയെ അറുക്കുകയും ബിസ്മി ചൊല്ലുകയും തക്ബീർ മുഴക്കുകയും അവയുടെ പിരടിയിൽ തൻ്റെ കാൽ വെക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കൈകൊണ്ട് തന്നെ ആടുകളെ ഉളഹിയത്ത് അറുത്തതായി ഹദീസിൽ കാണാൻ കഴിയും. മറ്റു ഹദീസുകളിൽ ഒട്ടകത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറുത്തതും നമുക്ക് കാണാവുന്നതാണ്. ഉളഹിയത്ത് അറുക്കുന്നത് നിർബന്ധമാണോ അതോ സുന്നത്താണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. 2 അഭിപ്രായങ്ങൾ നമുക്ക് കാണാം. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് വാജിബാണ് എന്നാണ്. കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉളഹിയത്ത് അറുക്കുന്നത് വാജിബാണ്. മറ്റൊരു വിഭാഗം പറയുന്നത് പ്രബലമായ സുന്നത്താണ്. ഈ ചർച്ച നമ്മുടെ ഖുത്ബയിൽ പറയാനുള്ള കാരണം, സാധാരണ ഒരു സുന്നത്ത് എന്ന നിലക്ക് കഴിവുള്ള ആളുകൾ ഉളഹിയത്ത് അറുക്കാതെ പോയാൽ ഒരു പക്ഷെ കുറ്റക്കാരനാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളെ പരലോകത്തെത്തിയിട്ട് അറിയാത്തത് കൊണ്ടാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുകയില്ല. കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അറുക്കൽ നിർബന്ധമാണെന്നും ശക്തമായ സുന്നത്താണെന്നും പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളതിന് വളരെ ഗൗരവത്തിൽ കാണണം. മഹാനായ ഇബ്നു സീരീൻ, അദ്ദേഹം തബഉ താബിയാണ്, താബിയിൻ്റെ കൂടെ ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹം അബ്ദുല്ലാഹിബ്നു ഉമർ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, ഉളഹിയത്ത് നിർബന്ധമാണോ എന്ന് ചോദിച്ചു. ഉളഹിയത്ത് നിർബന്ധമാണോ? ഇപ്പം നിർബന്ധമല്ല എന്നല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ മതി, ശരിക്കും നിർബന്ധമല്ല, സുന്നത്താണെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലായ്പ്പോഴും ഉളഹിയത്ത് അറുത്തിട്ടുണ്ട്, മുസ്ലിങ്ങളും അത് അറക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പം ഇന്നെന്താ ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്? മുസ്ലിമായ ആൾക്കാരാണെങ്കിൽ കഴിവുണ്ടെങ്കിൽ അറക്കണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ മഅന. നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാകുമോ എന്ന് പേടിച്ചിട്ടാണ് സ്വഹാബി അങ്ങനെ മറുപടി കൊടുത്തത്. സുഹൃത്തുക്കളെ, അത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണ് ഉളഹിയത്ത്. ഇമാം അബു ഹനീഫ, ഇമാം സുഫിയാനു സൗരി, ഇമാം ലൈസ്, അതേപോലെ തന്നെ ആധുനിക പണ്ഡിതന്മാരായ ഇമാം ഷെയ്ഖ് ഉസൈമീൻ, മഹാനായ പണ്ഡിതൻ ഇബ്നു തീമിയ,
ഇവരൊക്കെ പറയുന്നത് ഉളഹിയത്ത് വാജിബാണെന്നാണ്, നിർബന്ധമാണെന്നാണ്. കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. മറ്റ് ഇമാമിങ്ങളായ ഇമാം ഷാഫിഈ റഹിമഹുല്ല, ഇമാം മാലിക് റഹിമഹുല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുമുല്ല, ഇങ്ങനെയുള്ള മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ശക്തമായ സുന്നത്താണ്. എന്തെങ്കിലും ഒരു നിലക്ക് ഒരാൾക്ക് ഉളഹിയത്ത് അറുക്കാൻ കഴിയുമെങ്കിൽ അയാൾ അറുക്കണം എന്നുള്ളതാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അതുകൊണ്ട് കഴിവുള്ള ആളുകൾ കഴിയുന്ന രൂപത്തിൽ അതിൽ പങ്കാളികളായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മൻ വജദ സഅതൻ ലി അൻ യുളഹിയ, കഴിവുള്ള ഒരാൾ ഉളഹിയത്ത് അറുത്തില്ല എങ്കിൽ ഫലം യുളഹി ഫലാ യഹ്ളുറു മുസല്ലാനാ, അവൻ പെരുന്നാൾ നമസ്കരിക്കാൻ വരേണ്ടതില്ല. അപ്പോൾ കഴിവുള്ള ഒരാൾ ഉളഹിയത്ത് അറുക്കാതെ അവൻ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് പറയണമെങ്കിൽ അതിനത്രമാത്രം ഗൗരവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആർത്തവകാരികളായ സ്ത്രീകളോട് വരെ നിങ്ങൾ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സ്ഥലത്തേക്ക് വരാനും നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ പങ്കെടുക്കാതെ മാറി നിൽക്കണം, മറ്റുള്ള സൽക്കർമ്മങ്ങളിലൊക്കെ നിങ്ങൾ പങ്കാളികളാകണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വസ്ത്രം ധരിക്കാനില്ലെങ്കിൽ സ്ത്രീകളോട് നിങ്ങൾ നിങ്ങളുടെ സഹോദരിയുടെ അടുക്കൽ നിന്ന് വസ്ത്രം കടം വാങ്ങിയിട്ട് പെരുന്നാൾ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലണം എന്നൊക്കെ പറഞ്ഞ പെരുന്നാൾ നിസ്കാരത്തിന് ഒരാളോട് അള്ളാഹുവിൻ്റെ റസൂൽ വരണ്ട എന്ന് പറഞ്ഞത് കഴിവുള്ള ഒരാൾ ഉളഹിയത്ത് അറുത്തിട്ടില്ല എങ്കിൽ അയാൾ വരണ്ട എന്നാണ്. അപ്പം അതുകൊണ്ട് ഉളഹിയത്ത് എന്ന് പറഞ്ഞാൽ പള്ളി കമ്മിറ്റിയിലെ ഏതെങ്കിലും 5-8 ആൾ വർഷം ഇങ്ങനെ അറുക്കുക എന്നുള്ളതല്ല. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റണം. അതിന് നമ്മൾക്കൊക്കെ കഴിവുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അത് വേറൊരാൾ പറഞ്ഞു തരാൻ പറ്റൂലല്ലോ. അവനാന് കഴിവുണ്ടോ എന്നുള്ളത് അവനാനാണ് പരിശോധിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും എന്ന ഒരു ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, വളരെ ഗൗരവത്തിലല്ലേ ഈ വിഷയത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരു കുടുംബത്തിന് ഒരു മൃഗത്തെ അറുത്താൽ മതി. ഒരു കുടുംബത്തിലെ എല്ലാവർക്കും ഒരാൾ അതിലെ കുടുംബനാഥൻ അറുക്കുന്നതോടുകൂടി അവർക്കൊക്കെ അതിൻ്റെ പ്രതിഫലം ലഭിക്കും. ഒരാടിനെ അറുത്താൽ ആ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അത് തന്നെ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കാനർ റജുലു ഫി അഹ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുളഹി ബിശാത്തി, ഒരു ആടിനെ ഒരു മനുഷ്യൻ അറുത്തു അൻഹു വ അൻ അഹ്ലി ബൈത്തിഹി, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും വേണ്ടി, ഫയൗകുലൂന വയുത്ഇമൂന, എന്നിട്ട് അതിൽ നിന്ന് അവർ ഭക്ഷിക്കുകയും അവർ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ആടല്ലേ, ചെറിയ മൃഗല്ലേ, അതിൽ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ എടുക്കാൻ പറ്റുമോ എന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല. നമുക്കെടുക്കാം. അറുത്ത കുടുംബത്തിന് അതിൽ നിന്ന് ഭക്ഷിക്കാം. അവർ ഭക്ഷിക്കുകയും അവർ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണമായി കൊടുക്കുകയും ചെയ്തു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതിലാർക്കും പങ്കുചേരാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ മറ്റു മൃഗങ്ങളെപ്പോലെ ഒട്ടകമാണെങ്കിൽ 7 വരെ ആളുകൾക്ക് പങ്കാളികളായി കൊണ്ടിറക്കാം. അതേപോലെ ഒട്ടകമല്ലാത്ത മാട് പോലത്തെ മൃഗങ്ങളാണെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 7 പേർ, 7-ൽ കൂടാൻ പാടില്ല. ഒരാൾക്ക്, 2 ആൾക്ക്, 3 ആൾക്ക്, 4 ആൾക്ക്, 5 ആൾക്കൊക്കെ പറ്റും, 6 ആൾക്ക് പറ്റും, 7 വരെ പങ്കിട്ട് അറക്കാം. ആടിനെ അത് പറ്റുകയില്ല. ആടാണെങ്കിൽ ഒരാൾ സ്വന്തമായിട്ട് അറക്കണം. നഹർന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമുൽ ഹുദൈബിയ അൽ ബദന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ ഹുദൈബിയ സന്ധിയുടെ വർഷത്തിൽ അറവ് നടത്തി. അൻ സബ്അത്തിൻ വൽ ബഖറത്തു അൻ സബ്അത്തിൻ, ഒരു ഒട്ടകത്തെ 7 പേര് ചേർന്നും ഒരു ബഖറത്തിനെ, ഒരു മാടിനെ 7 പേർ ചേർന്നും കൊണ്ടാണ് ഞങ്ങൾ അറവ് നടത്തിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം അതുകൊണ്ട് ഒരു 10,000 രൂപയുടെ താഴെ എമൗണ്ട് നമുക്കുണ്ടെങ്കിൽ
നമുക്ക് ഉളഹിയത്തിൽ പങ്കെടുക്കാൻ കഴിയും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. ഇനി ഒരാടിനറുത്താലും മതി. അതാവുമ്പോൾ നമുക്ക് ഒറ്റക്ക് നമ്മൾ സ്വന്തമായിട്ട് അറക്കണം എന്ന് മാത്രം, അല്ലെങ്കിൽ അതിൽ പങ്കാളികൾ പാടില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇത്തരത്തിലുള്ള നമ്മെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ആരാണ് അനുസരിക്കുന്നത്, ആരാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള മനസക്കുകളെ, ബലികർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർ വിനയാനിതരാണ്, അവർ വിജയിച്ചവരാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് കഴിവുള്ള ആളുകൾ കഴിവിൻ്റെ പരമാവധി ഇങ്ങനത്തെ പുണ്യകർമ്മങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും പ്രാധാന്യം ഉൾക്കൊള്ളുകയും വരും വർഷങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള സുന്നത്ത് കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഊസീകും ഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്. നമ്മൾ സൂചിപ്പിച്ചത് ഉളഹിയത്ത് അറക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എത്രമാത്രം ശക്തമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം ആ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കേണ്ടതിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് എന്നതിനെക്കുറിച്ചുമാണ്. ഇനി അറുക്കുന്ന ആളുകൾ, ഏകദേശം അറുക്കുന്ന ആളുകളൊക്കെ തീരുമാനമായിട്ടുണ്ടാകും. അവർ അതിനു വേണ്ടിയിട്ട് പണം സമ്പാദിക്കുകയും ഒരുമിച്ച് കൂട്ടുകയും മൃഗങ്ങളെ വാങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അവർ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന്, ഒട്ടകമാണെങ്കിൽ നമ്മുടെ നാടുകളിൽ അപൂർവമായി മാത്രം അറവ് നടത്തുന്ന മൃഗമാണ്. 5 വയസ്സ് പൂർത്തിയാകണം ഒട്ടകമാണ് അറക്കുന്നതെങ്കിൽ. മാടാണെങ്കിൽ അവക്ക് 2 വയസ്സ് പൂർത്തിയാകണം. നമ്മുടെ നാടുകളിൽ അറക്കുന്ന പോത്തൊക്കെ നമ്മളത് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ശ്രദ്ധയില്ലാതെ 2 വയസ്സ് പൂർത്തിയാകാത്തതുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതേപോലെ കോലാടാണെങ്കിൽ അവക്ക് 1 വയസ്സ് പൂർത്തിയാകണം എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ലാ തദ്ബഹു ഇല്ലാ മുസിന്ന, നിങ്ങൾ മുസിന്നത്തിനെയല്ലാതെ ഉളഹിയത്ത് അറക്കരുത്. മുസിന്നത്ത് എന്ന് പറഞ്ഞാൽ 5 വയസ്സായ ഒട്ടകമാണ്. ഇല്ലാ അൻ യഅസുറ അലൈക്കും ഫതദ്ബഹു ജദഅ മിനൽ-ളഅനി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതേപോലെ തന്നെ നിങ്ങൾ ജദഅ അറുക്കണം. ജദഅ മിനൽ-ളഅനി എന്ന് പറഞ്ഞാൽ കോലാടിൽ 1 വയസ്സ് തികഞ്ഞ ആടാണ്. അതേപോലെ തന്നെ മാടാണെങ്കിൽ 2 വയസ്സും തികയണം എന്നാണ് ഹദീസുകളിൽ വന്ന കാര്യം. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റ് 4 ന്യൂനതകൾ നിന്ന് മുക്തമാകണം. 4 ന്യൂനതകൾ പശുവിന് അല്ലെങ്കിൽ നമ്മൾ അറക്കുന്ന മൃഗത്തിന് ഉണ്ടാകാൻ പാടില്ല. അർബഅത്തുൻ ലാ തുജ്സിഉ ഫിൽ ഉൾഹിയ അൽ ഔറാഉൽ ബയ്യിനു ഔറുഹാ വൽ മരീലത്തുൽ ബയ്യിനു മർളുഹാ വൽ അർജാഉ ബയ്യിനു അർജുഹാ വൽ അജ്ഫാഉ ലത്തി ലാ തുൻഖി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതാണ് 4 രൂപത്തിലുള്ള കാലികൾ ഉളഹിയത്തിന് ഉപയോഗിക്കാൻ പാടില്ല. 1, കാഴ്ച പോയെന്ന് വ്യക്തമായത്. ഇപ്പം കണ്ണ് കാണാത്ത ഒരു മൃഗം ആണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനെ ഉളഹിയത്ത് അറക്കാൻ പാടില്ല. 2, പ്രത്യക്ഷമായ രോഗമുള്ള ഒരു മൃഗം. രോഗമുണ്ട്, പ്രത്യക്ഷത്തിൽ രോഗമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായ ഒരു മൃഗമാണെങ്കിൽ ഉളഹിയത്ത് അറക്കാൻ പാടില്ല. അതേപോലെ തന്നെ വ്യക്തമായ മുടന്തുള്ള മൃഗത്തെ ബലിയറക്കാൻ പാടില്ല. അതേപോലെ മെലിഞ്ഞൊട്ടിയ മാംസങ്ങൾ തീരെയില്ലാത്ത മൃഗത്തെയും അറക്കാൻ പാടില്ല. ഈ കാര്യങ്ങളെല്ലാം ഉളഹിയത്ത് അറക്കുന്നവർ പലപ്പോഴും നമ്മൾ മറ്റുള്ള ആളുകളൊക്കെ ഏൽപ്പിക്കാറാണ്. ആ മൃഗത്തെ പലപ്പോഴും നമ്മൾ കാണാറില്ല. അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് പാടില്ല. നമ്മൾ ഏൽപ്പിച്ച മൃഗങ്ങളെ പോയി കണ്ട് ആ മൃഗങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും കുറ്റങ്ങളോ ന്യൂനതകളോ ഒക്കെ ഉണ്ടോ എന്നൊന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തൽ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. ഇനി എപ്പോഴാണ് അറുക്കേണ്ടത്? പണ്ഡിതന്മാർ പറയുന്നത് സൂര്യൻ ഉദിച്ച്
പിന്നെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് സൂര്യൻ ഉദിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഉളഹിയത്ത് അറക്കാമെന്നാണ്. ഇപ്പോൾ 2 രൂപത്തിലുള്ള ആളുകളാണ് ഉണ്ടാകുക. ഒന്ന് പെരുന്നാൾ നമസ്കരിക്കുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് ഉളഹിയത്ത് അറക്കുക. ഇനി എന്തെങ്കിലും സാഹചര്യത്താൽ പെരുന്നാൾ നമസ്കരിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാകും. അവർ ചെയ്യേണ്ടത് സൂര്യൻ ഉദിച്ച് 2 റക്അത്തുകൾ നമസ്കരിച്ച് ഒരു ഖുത്ബ പറയാനുള്ള 2 ചെറിയ ഖുത്ബ പറയാനുള്ള ഒരു സമയം കഴിഞ്ഞ് അവർക്കും അറക്കാവുന്നതാണ്. മൻസൊല്ല സ്വലാത്തന, ആരാണ് നമ്മുടെ കൂടെ നമസ്കരിക്കുന്നത്, വനസക നുസുകന, ആരാണ് നമ്മുടെ കൂടെ ബലിയറക്കുന്നത്, ഫഖദ് അസാബൻ നുസുക, അവന് ബലികർമ്മത്തിൻ്റെ കൂലി കിട്ടുന്നതാണ്. വമൻ ദബഹ ഖബ്ല അൻ യുസല്ലിയ, നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് ആരെങ്കിലും അറുത്താൽ ഫലിയുഇദ് മകാനഹ ഉഖ്റ, അവന് സാധാരണ ഒരറവ് നടത്തിയത് മാത്രമേ ലഭിക്കുകയുള്ളൂ, അവന് ഉളഹിയത്തിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് കാണാം. അതിൽ 2 കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്ന്, ഉളഹിയത്ത് അറക്കേണ്ടത് നിസ്കാര ശേഷമാണ്. 2, അള്ളാൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു കാര്യം എത്ര നല്ലതാണെന്ന് വിചാരിച്ച് നടത്തിയാലും കൂലി കിട്ടൂല. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പല കാര്യങ്ങളും മതത്തിൽ പുതുതായിട്ട് ചെയ്യും, ദിക്റും സ്വലാത്തൊക്കെ. എന്താ അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ നല്ലതല്ലേ എന്നാണ് ഉത്തരം പറയാറ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബത്ത് ഇതേപോലെ നല്ലതല്ലേ എന്ന് വിചാരിച്ച് നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് ഉളഹിയത്ത് അറുത്ത് ഒരിക്കൽ പെരുന്നാൾ നിസ്കാരത്തിന് പോയൊരു സംഭവമുണ്ട്. പെരുന്നാൾ ഖുത്ബയിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഈ നിസ്കാരം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഉളഹിയത്ത് അറുക്കേണ്ടത്, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉളഹിയത്തിൻ്റെ പ്രതിഫലം കിട്ടുള്ളൂ. അപ്പോൾ ഈ സഹാബി എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, കൂടുതൽ പ്രതിഫലം കിട്ടാൻ വേണ്ടി ഈ പുണ്യകർമ്മം ആദ്യം ചെയ്യുന്ന വ്യക്തി ഞാനാകണമെന്നുള്ള നിശ്ചയത്തിൽ ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ ഉളഹിയത്ത് അറുത്തിട്ടുണ്ട്, എന്നിട്ടാണ് ഞാൻ പള്ളിക്കൊക്കെ വന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉളഹിയത്തിൻ്റെ കൂലി ലഭിക്കുകയില്ല. ആ സ്വഹാബി പറഞ്ഞു, എനിക്ക് മനോഹരമായ ഒരു ആടുണ്ട് എൻ്റെ വീട്ടിൽ, ഞാൻ അതിനെ ഉളഹിയത്ത് അറുത്താലോ, അതിനറുത്താൽ നിനക്കതിൻ്റെ ഉളഹിയത്തിൻ്റെ കൂലി കിട്ടും എന്ന് പറഞ്ഞിട്ട് വേറൊരു ആടിനെ ആ സ്വഹാബി പിന്നെ നിസ്കാരം കഴിഞ്ഞ് പോയി ഉളഹിയത്ത് അറുത്തു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം നല്ലതാണ് എന്ന് വിചാരിച്ചാണ്ട് ദീനിലൊരു കാര്യം പുതുതായിട്ട് നമുക്ക് ചെയ്യാൻ പാടില്ല. അത് ദിക്റായാലും സ്വലാത്തായാലും നിസ്കാരമായാലും ഒന്നും അതിന് കൂലി കിട്ടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക സുഹൃത്തുക്കളെ. അതുപോലെ അത് വിതരണം ചെയ്യേണ്ട രൂപം ഹദീസിലുണ്ട്. വയുത്തിഅമു അഹ്ലു ബൈത്തിഹി സുലുസ്, 1/3 ഭാഗം ആ വീട്ടുകാർക്ക് ഭക്ഷിക്കാം. വയുത്തിഅമു ഫുഖറാഉ ജിറാനിഹി അസുലുസ്, പിന്നെ 1 ഭാഗം പിന്നെ അയൽവാസികളായ പാവപ്പെട്ടവർക്ക് കൊടുക്കാം. വയതസദ്ദഖ് അല സുവാലി ബിസുലുസ്, 3-ാമത്തെ ഭാഗം ആർക്കും കൊടുക്കാം, അത് ചോദിച്ചു വരുന്ന പാവപ്പെട്ടവർ ദൂരമുള്ള ഒക്കെ ആകാം. അങ്ങനെ 3 ഭാഗമാക്കാം. അതിനെ 1 ഭാഗമാണ് അറവിൻ്റെ ആളുകളും വീട്ടുകാരും എടുക്കേണ്ടത്. വളരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇദാ ദഖലൽ അശ്റു വഇൻദഹു ഉളഹിയ, ഒരാൾ ഉളഹിയത്ത് അറക്കാൻ ഉദ്ദേശിച്ചാൽ യുരീദു അൻ യുളഹിയ ഫലാ യഖുദന്ന ശഅറൻ വലാ യഖ്ലിമന്ന ളുഫറൻ, ദുൽഹിജ്ജ മാസം 1 മുതൽ അറവ് നടത്തുന്നത് വരെ ആ ഉദ്ദേശിച്ച വ്യക്തി അവൻ്റെ നഖം വെട്ടാനോ മുടികൾ മുറിക്കാനോ പാടില്ല. അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. പല ആളുകളും അതൊന്നും ശ്രദ്ധിക്കാറില്ല. പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പം മുടിയും താടിയും ഒക്കെ ശരിയാക്കിയിട്ട് പോകുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ ഉളഹിയത്ത് ചെയ്യുന്ന ആളും ആവും, അത് പാടില്ല. അവർ ദുൽഹിജ്ജ 1 മുതലാണ്, ഇപ്പം തന്നെ ചെയ്യേണ്ടതില്ല. ഇപ്പം നമുക്ക് മുടി വെട്ടാൻ നഖം മുറിച്ചൊക്കെ ക്ലിയറാക്കി വെക്കാം. എന്നാൽ ദുൽഹിജ്ജ 1 മുതൽ ഉളഹിയത്ത് അറക്കുന്നത് എന്നാണോ, ചിലപ്പം പെരുന്നാളിൻ്റെ അന്ന് തന്നെ അറക്കും, ഇല്ലെങ്കിൽ നമുക്കറിയാം പിന്നീടുള്ള അയ്യാമത്തെ ശരീക്കിൻ്റെ 3 ദിവസങ്ങളിലും നമുക്ക് ഉളഹിയത്ത് അറക്കാം. അപ്പോൾ എന്നാണോ അറവ് കഴിയുന്നത്, അറവ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടി മുറിക്കാവുന്നതാണ്, നഖം വെട്ടാവുന്നതാണ്. അപ്പോൾ അതുവരെ ആ കാര്യം കൂടെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കണം. അത് പ്രത്യേകം സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടതാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ്. വിരോധിച്ച കാര്യങ്ങൾ പരമാവധി നമ്മൾ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ആ സുന്നത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനനുസരിച്ച്, യഥാർത്ഥ മതമനുസരിച്ച് ഇത്തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ചെയ്യുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഫലസ്തീനിൽ നമുക്കറിയാം വലിയ പ്രയാസത്തിലാണ്, നമ്മുടെ വാർത്തകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ട്
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ ധാരാളക്കണക്കിന് നമ്മളറിയാതെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ മാത്രമല്ല, എല്ലാ സമയങ്ങളിലും നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ ഒരു ഓഹരി ഇതുപോലെ പ്രയാസപ്പെടുന്ന നിരപരാധികളായ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി മാറ്റിവെക്കണം. ആ കാര്യം കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്ത ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.